സുനിഷ യെല്ലൂരാണ് ചേരുന്നത്. സുനിഷ, 1ഉം 2ഉമല്ല 5 മണിക്കൂറാണ് ഈ യുവാവിനെ തടഞ്ഞു വെച്ച് SDPI ഓഫീസിൽ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തത്. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ CPM പ്രവർത്തകരാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിലിപ്പോൾ അവർ ബന്ധുക്കളായതുകൊണ്ടാകണം ഈ പ്രതികൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് CPM ആരോപിക്കുന്നത്. ഇക്കാര്യത്തിലൊരു രാഷ്ട്രീയ വിവാദവും വലിയ ചർച്ചയാവുകയാണല്ലോ. വിനീത, അത് തന്നെയാണ്. അതായത് ആൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുമ്പോഴും കഴിഞ്ഞ ദിവസമാണ് ഈ യുവതിയുടെ ഉമ്മ മൊഴി നൽകുന്നത്. ആൾക്കൂട്ട വിചാരണ നടന്നിട്ടില്ല, പക്ഷേ ആൺ സുഹൃത്തിന് സംശയമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മൊഴിയായി നൽകുന്നു. പക്ഷേ ഇങ്ങനെ മൊഴി നൽകുന്നതിൽ അതിന് പിന്നിൽ SDPIയുടെ ഒരു സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് നിലവിൽ സംശയിക്കുന്നത്. അത് തന്നെയാണ് SDPIക്കെതിരെ രൂക്ഷ വിമർശനവുമായി PK ശ്രീമതി ടീച്ചറായാലും ഒപ്പം തന്നെ കണ്ണൂർത്തെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആയാലും രംഗത്ത് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രതികൾക്ക് അനുകൂലമായി മൊഴി നൽകുന്നത് അത് SDPIയുടെ സമ്മർദ്ദം മൂലമാണ് എന്നൊരു സംശയം തന്നെയാണ് നിലവിൽ PK ശ്രീമതി പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ സാധാരണ രീതിയിൽ ഇസ്ലാം മത വിശ്വാസികളായ പെൺകുട്ടികൾ ഭർത്താവിനോടല്ലാതെ മറ്റൊരു പുരുഷനോടും സംസാരിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് അത് തീവ്രവാദമാണ്. അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ബന്ധുക്കളായതുകൊണ്ട് തന്നെ ഇനി ഒരുപക്ഷെ മരിച്ചവർ മരിച്ചു, ഇനി തന്റെ അനുജത്തിയുടെ മക്കൾക്ക് മറ്റൊന്നും തന്നെ വരാതിരിക്കാനായി ഇത്തരത്തിലുള്ള മൊഴി പറയുകയായിരിക്കാം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറയുന്നത് പോലെ ഇത് SDPIയുടെ ഒരു സദാചാര ഗുണ്ടാ വിളയാട്ടമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ താലിബാനിസം ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുന്നു. അതിനിടയിലാണ് SDPI വലിയ രീതിയിൽ തന്നെ ഈ ആൺ സുഹൃത്ത് CPIM പ്രവർത്തകനാണ് എന്ന് വരുത്തി തീർക്കുന്നത്. അത് വരുത്തി തീർക്കുന്നത് മാത്രമാണ് CPIM പ്രവർത്തകനല്ല, അത് SDPIയുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഇത്തരം ക്രൂരകൃത്യങ്ങളെ മറച്ചു വെക്കാനുള്ള ഒരു നീക്കം മാത്രമാണ് എന്നത് കൂടിയാണ് ഇന്ന് KK രാഗേഷ് പ്രതികരിച്ചിട്ടുള്ളത്. നിലപാട് എന്തായാലും അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നു. തലശ്ശേരി ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്.